നാളെ 2025 ഏപ്രിൽ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ്. 3 മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്രം അനുവദിച്ച തൊഴിൽ ദിനത്തേക്കാൾ 3 കോടി തൊഴിൽ ദിനങ്ങൾ അധികമായി കേരളത്തിൽ പ്രയോജനപ്പെടുത്തിയതുകൊണ്ടാണ് അധിക തൊഴിൽ ദിനങ്ങളുടെ സേവനം കുടിശ്ശികയായത്. ഈ അധിക തൊഴിൽ ദിനങ്ങളുടെ വേതന കുടിശ്ശിക ഏപ്രിൽ 10-നകം തന്നെ കേന്ദ്രം അനുവദിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അടുത്തൊരു അറിയിപ്പ്, 2025 മെയ് 1 മുതൽ ATM വഴിയുള്ള പണം പിൻവലിക്കലിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഓരോ ഇടപാടിനും ഇനി 23 രൂപ വീതം ഉണ്ടായിരിക്കുന്നതാണ്. ഉപയോക്താക്കൾക്ക് പരിമിതമായ സൗജന്യ പിൻവലിക്കൽ ഇടപാടുകൾ തുടർന്നും ലഭിക്കുന്നതാണ്. സ്വന്തം ബാങ്കിന്റെ ATM-ൽ 5 സൗജന്യ ഇടപാടുകൾ, മെട്രോ നഗരങ്ങളിലെ മറ്റു ബാങ്കുകളിൽ 3, മെട്രോ ഇതര പ്രദേശങ്ങളിലെ ബാങ്കുകളിൽ 5 എന്നിങ്ങനെയാണ് സൗജന്യ പരിധി. ഈ പരിധി കഴിഞ്ഞാൽ 23 രൂപ ചാർജ് ഈടാക്കുന്നതാണ്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് കേരള സിലബസിൽ മിനിമം മാർക്ക് സമ്പ്രദായം അനുവദിച്ചുള്ള 8-ാം ക്ലാസ് പരീക്ഷാഫലം നാളെ വരുന്നതാണ്. മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ഇന്നാണ് അധ്യാപകർ ഉത്തരക്കടലാസുകൾ സ്കൂളുകളിൽ എത്തിക്കേണ്ടത്. ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. ഇവർക്ക് ഈ മാസം 8 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ ക്ലാസുകൾ നടത്തിയ ശേഷം 23 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ പുനഃപരീക്ഷ നടക്കും. ഈ പരീക്ഷയുടെ ഫലം 30-ന് പ്രഖ്യാപിക്കുന്നതാണ്. ഈ പരീക്ഷയിൽ തോറ്റാലും 9-ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നേടാനാകുമെങ്കിലും 9-ാം ക്ലാസ്സിൽ എത്തിയ ശേഷവും പഠന നിലവാരം ഉയർത്താനുള്ള പ്രത്യേക ക്ലാസുകൾ നടത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദമാക്കിയിട്ടുള്ളത്. SSLC പരീക്ഷയുടെ നിലവാരം വർദ്ധിപ്പിക്കാനും വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താനുമാണ് ഈ തീരുമാനം. അടുത്ത വർഷം 9-നും മിനിമം മാർക്ക് പ്രാബല്യത്തിൽ വരും. 2026-27 SSLC പരീക്ഷയിലും ബാധകമാകും. വിദ്യാഭ്യാസ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ പൂട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തൊരു അറിയിപ്പ്, ഇന്ത്യയിൽ 1 കോടിയോളം വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ലംഘിച്ച് 97 ലക്ഷത്തിലധികം വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ 2025 ഫെബ്രുവരി മാസം ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തതായി മെറ്റയുടെ അറിയിപ്പ്. രാജ്യത്ത് സൈബർ തട്ടിപ്പുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ദുരുപയോഗവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിന് തടയിടാൻ ലക്ഷ്യമിട്ടാണ് ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സ്ആപ്പ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചത്. പ്ലാറ്റ്ഫോമിന്റെ ദുരുപയോഗം ആപ്പ് ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് മിക്ക വാട്സ്ആപ്പ് അക്കൌണ്ടുകളും പൂട്ടിയത്. അടുത്തൊരു അറിയിപ്പ്, കേരളത്തിൽ ഏപ്രിൽ 6 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ ചക്രവാത ചുഴിയും തെക്കൻ കേരളത്തിനു മുകളിൽ വരെ ന്യൂനമർദ്ദപാത്തിയും നിലനിൽക്കുന്നുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ഇതിനൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായി കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസവും മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി.